ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും പിഴച്ചൊരു പ്രസ്താവനയാണ് നിങ്ങളീ കേട്ടത്. അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവർ പറയുന്നത് മുഴുവനും ഇസ്ലാമുമായൊരു ബന്ധവുമില്ലാത്ത പിഴച്ച ആശയങ്ങളാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഞങ്ങൾക്കൊരു പേടിയില്ല എന്നാ പറയുന്നത്. മടവൂർ പടച്ചോനാണെന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയില്ല എന്നാ. എന്തുകൊണ്ടാണ് എന്നറിയോ? ഇപ്പൊ വന്ന നിർദ്ദേശം മടവൂർ പടച്ചോനാണെന്ന് പറഞ്ഞോളാനാണ്. മുമ്പ് നിർദ്ദേശം അതല്ലായിരുന്നു. ഇതുണ്ടായത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ചങ്ങാതി മടവൂരാണ് ആരാ പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ പടച്ചോനാണെന്ന് പറയും എന്ന് പറഞ്ഞ ഒരു പാട്ടിറക്കിയല്ലോ. ആ ചങ്ങാതി ഇറക്കുന്ന പാട്ടൊക്കെ പിഴച്ച പാട്ടുകളാണ്. എന്തായാലും ആ പാട്ടിറങ്ങിയ സമയത്ത് സുന്നി സമൂഹം ശക്തമായിട്ട് അതിനെ എതിർത്തു. അത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? ഏതോ ഒരു പാട്ടുകാരൻ വന്ന് ഒരു പാട്ട് ഇപ്പോൾ വന്ന് ഇങ്ങനെ നോക്കിക്കാണ്. പണ്ടൊരു പാട്ട് വന്നിരുന്നു, ആരാ പടച്ചോനെന്നൊക്കെ ചോദിച്ചു. അതിനാദ്യം വിമർശിച്ചത് നമ്മളാണ്. അങ്ങനെ പാടാൻ പാടില്ല എന്ന് നമ്മളാണ് ആദ്യം പറഞ്ഞത്. അതെ, ഇവരാണ് ആദ്യം പറഞ്ഞത് എന്നാണ് അവകാശപ്പെടുന്നത്. ആയിക്കോട്ടെ, എന്തായാലും അങ്ങനെ പാടാൻ പാടില്ല, മടവൂരാണ് പടച്ചോൻ എന്ന് പാടാൻ പാടില്ല എന്ന് ഇവര് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകളാണെന്നു മാത്രമല്ല, അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പലതവണ സംസാരിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ആ പാട്ടിനെ ഇവര് അന്നൊക്കെ എതിർത്തത് എന്നറിയോ? അന്ന് ഇവരുടെ സാഹിബുൽ ബക്കറ്റിന്റെ നിർദ്ദേശം ആ പാട്ട് പാടാൻ പാടില്ല എന്നാ. എന്ന് മാത്രമല്ല, ആ പാട്ട് പാടിയ ചെക്കൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട അഥവാ സുന്നികളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരുത്തനാണെന്നാണ് ഷെയ്ഖ് അന്ന് പറഞ്ഞു കൊടുത്തത്. അങ്ങനത്തെ പാട്ടൊക്കെ പാടണവര് ശ്രദ്ധിക്കണം. ഓരോ പാട്ടും പാടണതിന് അതിനൊക്കെ അതിൻ്റെ ഒരു കണക്കുണ്ട്. ഖാസായി പ്രത്യേകമായുള്ള ആളുകൾ ഒരുമിച്ച് കൂടേണ്ട അടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാവരും കേൾക്കുന്നിടത്ത് പോയി പാടരുത്. ഓരോ പാട്ടും ഓരോ പറച്ചിലിനും ഒക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല. അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഖാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാ. ഇതുപോലെ ചില പാട്ടൊക്കെ പാടുമ്പം നിങ്ങളെ കൂട്ടരെന്നെ നിങ്ങൾക്ക് ഇതിനൊന്നും യാതൊരു തെർത്തീവുമില്ലല്ലോ. തോന്നിയോൻ ഓരോരുത്തൻ ഓരോന്ന് പറയുന്നേ. ഇതാണ് ഷെയ്ഖ് അന്ന് കൊടുത്ത നിർദ്ദേശം. ആ നിർദ്ദേശത്തിലുണ്ടായിരുന്ന് ആ പാടിയതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണെന്ന്. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും കോളാമ്പി ചാടി രംഗത്തിറങ്ങി ആ പാട്ടിനെ വിമർശിച്ചെന്നു മാത്രമല്ല, ആ പാട്ട് സുന്നികളുടെ തലയിൽ, പ്രത്യേകിച്ച് പേരോട് ഉസ്താദിന്റെ തലയിലിടാൻ വേണ്ടി വല്ലാതെ ശ്രമിച്ചിരുന്നു. ആ പാട്ടിന് ഈ ലോകത്ത് വല്ല ഉത്തരവാദി ഉണ്ടെങ്കിൽ അത് ആരാന്നറിയോ? സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. കാരണം എന്താ? അയാൾ ഇവിടെ പഠിപ്പിച്ചതാണ് റബ്ബുൽ മാൽ, റബ്ബുൻ നാഖ, ഒട്ടകത്തിന്റെ പടച്ചോൻ റബ്ബ് പറഞ്ഞതാണല്ലോ. അതേപോലെ നാഖത്തിന്റെ റബ്ബ്, ഇതൊക്കെ പറയുന്നത് കുഴപ്പമില്ല. റബ്ബുൽ ആലമീൻ, ലോകർക്ക് മുഴുവനുള്ള അല്ലാഹ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. നിങ്ങളാ പഠിപ്പിച്ച്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ശിഷ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞങ്ങളുടെ റബ്ബ് എന്നൊക്കെ പറയാലോ, അല്ലാതെ ലോകം മുഴുവനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞു റബ്ബുൽ ആലമീൻ, ഞങ്ങളെ പഠിച്ചോനെന്ന് ആ പാട്ടിലുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളെ ഈ പ്രസംഗം കേട്ടതാണെന്നാണ്. അയാൾ പറയുന്ന കേട്ടോളൂ നിങ്ങൾ, ഞാൻ വെറുതെ പറയല്ല. ഇയാളുടെ തത്വമാണ് അതിന്റെ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെച്ചു കൊടുക്കുക. ആ മനസ്സിലാക്കൽ എവിടെ നിന്നാ വന്നതെന്ന് മനസ്സിലായില്ലേ? മറ്റേ ചങ്ങാതി പറ്റിച്ചതാണ്. സ്വാഹിബുൽ ബക്കറ്റ് കൊടുത്ത നിർദ്ദേശമാണ്. ആ പാട്ട് നമുക്ക് പറ്റൂല, അതുകൊണ്ട് അവരുടെ തലയിൽ ഇട്ട് കൊടുത്തേക്കാം. എന്തും അടിച്ചേൽപ്പിക്കാനും പറഞ്ഞ് അങ്ങനെ പറ്റിക്കാനും ഒക്കെ മിടുക്കനാണല്ലോ ഈ കോളാമ്പി. അതുകൊണ്ട് തന്നെ ഈ മുഖ്യ കോളാമ്പി അതും എടുത്തുകൊണ്ട് വന്നിട്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ തലയിൽ ആ ചെക്കം പാടിയ പിഴച്ച പാട്ടിനെ ഇട്ടുകൊടുക്കാൻ. അതിന് പേരോട് ഉസ്താദ് പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം തെളിവായി കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നൊക്കെ ആ പാട്ടിനെ അങ്ങനെ പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന സാധനങ്ങൾക്ക് ഇപ്പൊ പുതിയ നിർദ്ദേശം കിട്ടി. ഇവരുടെ മശായിഖന്മാരെന്ന് പറയുന്ന സാധനങ്ങളുടെ പുതിയ നിർദ്ദേശം കിട്ടിയപ്പോൾ ഇപ്പോഴിതാ വന്നിട്ട് പറയാണ് മടവൂരാണ് പടച്ചോനെന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയില്ലടോ. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം ആ പറയുന്നതിന്റെ മുമ്പും ശേഷമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. അപ്പൊ ഇതൊരു ക്ലിപ്പ് മുറിച്ച് പ്രചരിപ്പിച്ചതാണെങ്കിലോ? അല്ല,
ഇങ്ങനെ തന്നെയാണ് ആ പറഞ്ഞത്. പക്ഷെ അതിന്റെ മുമ്പ് പറയുന്നുണ്ട്, പേരോടിനെ കുറിച്ച് മൗലാന എന്ന് പറയാമെങ്കിൽ മടവൂരാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് ഞങ്ങൾക്ക് പറയാം, അതിന് ഞങ്ങൾക്കൊരു പേടിയില്ല എന്നാണ്. പേരോടിനെ നിങ്ങൾക്ക് മൗലാനയാക്കാമെങ്കിൽ ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലയോ? വിവരക്കേടിന്റെ അങ്ങേ അറ്റമാണ്. അല്ലെങ്കിൽ പിഴച്ചു പോയതിന്റെ പടുകുഴിയില് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ നൂറ്റാണ്ട് കേട്ട ഏറ്റവും വൃത്തികെട്ട പ്രസ്താവന. മൗലാന എന്ന പദം അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പദം പടപ്പുകൾക്ക് ഉപയോഗിച്ചതും ഹദീസുകളിൽ അടക്കം നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനു മാത്രം ഉപയോഗിക്കുന്ന പദമല്ല എന്ന് ചുരുക്കം. പിന്നെയോ ഇപ്പൊ പറയുന്ന ന്യായം എന്താണ്? അന്ന് പടച്ചോനാണ് മടവൂരെന്ന് പാടിയതിനെ എതിർത്തവർ ഇന്നതിനെ ന്യായീകരിക്കാൻ പുതിയ നിർദ്ദേശം അനുസരിച്ച്, ആ നിർദ്ദേശം അനുസരിച്ച് പറയുന്ന ന്യായം എന്താണ്? ഓരോ സമയത്ത് ഓരോ നിർദ്ദേശമാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ 2013 വരെ പ്രസംഗിച്ചത് മുഴുവനും ഞങ്ങൾ ജാഹിലിയ കാലത്തെ പ്രസംഗമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2020 വരെയുള്ള പ്രസംഗങ്ങൾ അതും ഞങ്ങൾ ആലോചിക്കണം, കേൾക്കണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേദിക്കനുസരിച്ച് തരാതരം പോലെ നിർദ്ദേശങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമൂഹം. ഇപ്പൊ എന്തായാലും മടവൂരാണ് പടച്ചോനെന്ന് സ്ഥാപിക്കാനുള്ള നിർദ്ദേശം കിട്ടിയത് കൊണ്ട് അതിനു വേണ്ടിയുള്ള പെടാപ്പാടാണ് പറയുന്നത്. കേക്ക്, പടച്ചവൻ, ഖാലിഖ്, ഇലാഹ്, അതൊക്കെ ആളുകൾക്ക് അറിയാതെ ആരാം. അതുകൊണ്ട് മജീദോലയിൽ പറഞ്ഞാൽ അത് ഖദീമും ബാഖിയാണ്, പണ്ടേ ഉള്ളവനാണ്, എന്നെന്നും ഉള്ളവനാണ്. എന്നാൽ ആ പടച്ചവൻ പടക്കുന്നത് തന്നെ ആരിലൂടെയാണ്? എല്ലാ നിയമത്തും വരുന്ന കാലഘട്ടത്തിലെ ആളുകളുടെയാണ്. അപ്പൊ നമ്മളെ ഖൽഖ് എന്ന നിയമത്ത് വരെ മടവൂരിലൂടെയാണോ വരുന്നത്? അതുകൊണ്ടല്ലേ പറഞ്ഞത് ആ അർത്ഥത്തിൽ നമ്മുടെ സിട്ടിപ്പിന് വരെ വസീലയാണ് എന്ന അർത്ഥത്തിൽ ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണെന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? പുതിയ നിർദ്ദേശം അനുസരിച്ചുള്ള വിശദീകരണവും വ്യാഖ്യാനമാണ്. എന്നിട്ട് ചോദിക്കാനായിട്ടില്ലേ, ആർക്കാണടാ പ്രശ്നം? എന്റെ ചങ്ങാതിമാരെ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകൂല. നിങ്ങൾ ഇബ്ലീസിനെ വരെ സ്വർഗത്തിൽ കയറ്റാൻ നോക്കിയ പാർട്ടികളല്ലേ. നിങ്ങൾക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? അന്നൊന്ന് പറയും, ഇന്ന് വേറൊന്ന് പറയും, ഇന്ന് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി തെളിവുകൾ ഉണ്ടാക്കാൻ. എന്റെ ചങ്ങാതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗലാന എന്ന പദം പടപ്പുകൾക്ക് ഉപയോഗിച്ചത് സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന രേഖകളിലുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ച്, ആ വലിയ വസീലയാണ് എന്ന തരത്തിൽ, അതിൻ്റെയൊക്കെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോളാമ്പിയോടൊരു ചോദ്യം ചോദിക്കാൻ, സാധാരണ ജനങ്ങളുടെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. കിതാബിന്റെ ഇബാറത്തുകളൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കാൻ, ഏതെങ്കിലും ഒരു ഇമാമ്, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത്തരത്തിൽ ഒരു വലിയനെ കുറിച്ച്, ഒരു കുത്തുബിനെ കുറിച്ച്, ഒരു ശൈഖുൽ മശായിഖിനെ കുറിച്ച് ഞങ്ങളുടെ പടച്ചോനാണ് അദ്ദേഹം എന്ന് പറഞ്ഞതിന് തെളിവുണ്ടോ? ആ തെളിവുണ്ടെങ്കിൽ അത് കാണിക്കും. നിങ്ങൾക്ക് തോന്നിയതുപോലെ ദീന് പറയല, നിങ്ങൾക്ക് തോന്നിയതുപോലെ തോന്നുന്ന സമയത്ത് നിർദ്ദേശം അനുസരിച്ച് ഇങ്ങനെ വരട്ടി ചുരുട്ടി ഒപ്പിച്ചെടുത്തുണ്ടാക്കണ ഒരു സംഭവമാണോ ദീന്? പടച്ചോൻ, മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് നിങ്ങൾ കുറെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ മുൻഗാമികളായ മഹാന്മാരിൽ നിന്ന് അത്തരത്തിലൊരു മാതൃകയുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവാ. നിങ്ങളുടെ സ്വാഹിബുൽ ബക്കറ്റ്, നിങ്ങളുടെ ശൈഖുൽ മശായിഖ് തന്നെ പറഞ്ഞത് എന്താ? ഓരോരുത്തരോട് പറയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, അത് പറയേണ്ടടുത്തേ പറയാവൂ, അതും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്നാണ്. എന്നിട്ട് ഇപ്പോ മടവൂരാണ് പടച്ചോൻ എന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയില്ല എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അലറി വിളിക്കുകയാണ്. എന്നിട്ട് അതിന് തക്ബീർ വിളിക്കാൻ കൂടെ ഇരിക്കുന്ന കുറെ സാധനങ്ങളും. അതിനെന്താ പ്രശ്നമെന്നാ ചോദിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു മഹാനായ പണ്ഡിതൻ, ഒരു ഇമാമ്, ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ച്, ഈ വലിയാണ് എൻ്റെ സൃഷ്ടിപ്പിൻ്റെ വസീല എന്ന അർത്ഥത്തിൽ, ഈ വലിയ എൻ്റെ പടച്ചോനാണ്, എൻ്റെ ഖാലിഖാണ് എന്ന് പറഞ്ഞ ഒരു തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊണ്ടുവാ. ഇബ്ലീസ് ത്വരീഖത്തുകാരെ, ഇങ്ങനെ പിഴച്ച ഒരു സമൂഹം ഓടി രക്ഷപ്പെട്ടോണം ഈമാൻ വേണമെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.